കോൺഗ്രസ് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകത്തിൽ കൊലപാതകികൾക്ക് പാരിതോഷികം നൽകുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നിഖിൽ പൈലിയെ DCC മെമ്പറായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരാവശ്യമില്ലാതെ ഒരു സംഘർഷമില്ലാത്ത സന്ദർഭത്തിലാണ് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുള്ള ഗൂഢാലോചന കൃത്യമായ ഭാഗമായിട്ടാണ് ധീരജ് രാജേന്ദ്രനെ കുത്തിക്കൊലപ്പെടുത്താനിടയായിട്ടുള്ളത്. കുത്തേറ്റ അവിടുന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നതിന് മുമ്പായി തന്നെ ആൾ മരിച്ചു. നല്ലപോലെ പരിശീലനം ശ്രദ്ധിച്ച ആയുധം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ ഗുണ്ട തലവനെന്നറിയപ്പെടുന്ന ആളാണ് നിഖിൽ പൈലി. അദ്ദേഹത്തെ അറിയാമല്ലോ. തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മാധ്യമപ്രവർത്തകരോട് പോലും ഞങ്ങളൊരുത്തനെ തട്ടിയിട്ട് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് നീയൊക്കെ സൂക്ഷിച്ചോളാൻ പറഞ്ഞ് മാധ്യമപ്രവർത്തകരോട് പോലും ആക്രോശിക്കുന്ന നിഖിൽ പൈലി അഹങ്കാരത്തിൻ്റെയും തെമ്മാടിത്തത്തിൻ്റെ ആൾരൂപമാണ്. കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി ആലോചിക്കേണ്ടൊരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഈ ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ഒരു സംഘർഷത്തിൻ്റെയും അന്തരീക്ഷമില്ലാതെ പോയി. നിഖിൽ പൈലിയെ മാത്രമല്ല, സോയിമോനെ കോൺഗ്രസ് ചെയ്തത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ UDFന് ജയിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സീറ്റിൽ നിർത്തി UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ അതിനനുസൃതമായൊരു വാർഡുണ്ടാക്കി ആ വാർഡിൽ നിർത്തി സോയിമോനെ പഞ്ചായത്ത് മെമ്പറാക്കി. മറ്റൊരു കൊലയാളിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിനെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാക്കി. ഇപ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിൽ അധികാരം തങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന ഉദാഹരണമാണ് ഇപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും കേരളീയ സമൂഹവും വിശേഷാൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളും ഇത്തരം നിലപാടുകൾ UDF സ്വീകരിക്കുന്നു, കോൺഗ്രസ് സ്വീകരിക്കുന്നത് ശരിയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗമെങ്കിലും ചിന്തിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ വിഷയത്തെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2012 കേസ് വളരെ ബോധപൂർവമായി കോൺഗ്രസ് നീട്ടിക്കൊണ്ടുപോയി. പ്രതികളുടെ സ്ഥാനത്ത് നിന്നും ആളുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതി കേസ് കൊടുത്തു, സുപ്രീം കോടതി വരെ പോയി. അവസാനം സുപ്രീം കോടതി എടുത്തിരിക്കുന്ന കേസിനകത്ത് പ്രതികളെ ഒഴിവാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ചു. രണ്ടാമത് കേസ് വിചാരണയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അവർക്ക് കോൺഗ്രസ്സിന് അഡ്വക്കേറ്റിനെ വെക്കണമെന്ന രൂപത്തിൽ വീണ്ടും കേസിനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള നിലപാട് സ്വീകരിച്ചു. ഇതെല്ലാം 2016 തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ അധികാരത്തിന് ഹുങ്ക് ഈ കൊലക്കേസുകൾ പ്രതികളെ സംരക്ഷിക്കാമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൊലയാളിയായിട്ടുള്ള നിഖിൽ പൈലിയെ DCC മെമ്പറാക്കി. കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുടെ ഏതെങ്കിലും കാരണത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. തീർച്ചയായും ഒരു പ്രത്യേക പദവി കൊടുത്ത്, അതാണ് പ്രത്യേകം. DCC സംഘടിപ്പിക്കപ്പെടുന്നൊരു പുതിയ കമ്മിറ്റി രൂപപ്പെടുത്തുക ആളെ ഉദ്ദേശിച്ചില്ല. ഇയൊക്കെ പ്രത്യേകമായി പദവി കൊടുത്ത് താമസപത്രം കൊടുത്ത് DCC മെമ്പറായി നിൽക്കുകയാണ്. രാഷ്ട്രീയമായ ക്ഷമയുടെയും സാമൂഹ്യ നീതിയുടെയും എല്ലാം എതിരായിട്ടുള്ള വെല്ലുവിളിയാണ് നടത്തുന്നത്. ഞങ്ങളേതായാലും കേസ് ഇപ്പോൾ ഈ വരുന്ന 26-ാം തീയതി വീണ്ടും കോടതി കേസ് വെച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അടച്ച് എല്ലാ പരിരക്ഷയും നോക്കി നിഖിൽ പൈലിക്ക് കാരാഗ്രഹം വാങ്ങിക്കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.